വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ. അതായത് 14 ദിവസം കൊണ്ട് 2000 കിലോ നെയ്യ് ഉപയോഗിച്ചിട്ട് ഒരു ഫാം ഹൗസ്, അതേപോലെ ഒരു കർഷക കുടുംബം, ഒരു പശുക്കുട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെറും നെയ്യ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ നമുക്ക് അതിൻ്റെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു യാത്രാനുഭവത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അമേരിക്ക എന്ന രാജ്യത്തെ ഏറ്റവും വലിയ കാർഷിക മേള നടക്കുന്ന പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ഫാം ഷോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാഴ്ചയുടെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളാണ് നമുക്കിന്ന് ഈ കാർഷിക മേളയിൽ കാണാനായിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു എന്താ പറയുക, ഒരു 5-6 വലിയ കോംപ്ലക്സുകളായിട്ടാണ് ഈ ഒരു ഫാം ഷോ നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഫാം ഷോ കാണാനായിട്ട് ഇവിടെ വന്നത്. കാരണം അത്രയ്ക്കധികം വളരെ എഡ്യൂക്കേഷണലായിട്ടും അതേപോലെ കാഴ്ചയുടെ വളരെ വൈവിധ്യമായ ഒരു ഫാം ഷോയാണ്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഫാർമേഴ്സിന് സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു ഫാം ഷോയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ട് പരിചയപ്പെട്ട് മുന്നോട്ട് പോകാം. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നൊരു കലപ്പയാണ് ഈ കാണുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മത്തങ്ങയാണ്. ഒരു രക്ഷയില്ല. വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് മത്തങ്ങകളുണ്ട്. പ്രത്യേകിച്ച് അതിൽ എന്താ പറയുക, ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഐറ്റം ഉണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫാമുകളിൽ കൃഷി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. മത്തങ്ങയുടെ മാത്രം ഒരു വെറൈറ്റി സെക്ഷനാണിത്. ഇത്രയും അധികം വെറൈറ്റീസിലുള്ള മത്തങ്ങകൾ ഇവിടെ ഉണ്ട്. അടുത്തത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. എന്താ പറയുക, പല ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങുകളുണ്ട്. അതിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് നമ്മുടെ കിളി പോണ ബോധം പോണ സൈസ് സാധനങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ വ്യത്യസ്തമായ എന്താ പറയുക വെറൈറ്റി സംഭവങ്ങളാണ്. വ്യത്യസ്തമായ കൂണിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഏരിയയിൽ. ഈ ഒരു സംഭവം
പോം എന്ന് പറയുന്ന ഒരു കൂണാണ് ഈ കാണുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കിങ് ട്രംപറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളൊരു കൂണാണ് ഈ കാണുന്നത്. ഇത് പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ക്രിസ്മസ് ട്രീ ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ വകയായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ. ഇത് മെയിനായിട്ട് പൈൻ ട്രീ ആണിത്. അതിൽ തന്നെ ഒരുപാട് സെക്ഷൻ ഉണ്ട്. സോ ഇവിടെ യൂഷ്വലി ക്രിസ്മസിനൊക്കെ ഇതാണ് എല്ലാ വീടുകളിലും ഈ ട്രീ ആണ് ഇവർ കൊണ്ടുവരാറുള്ളത് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ബ്ലോക്കിൽ മുഴുവൻ ആട്, പന്നി, കോഴി അങ്ങനെ ഉള്ള കാർഷിക എന്താ പറയുക അനിമൽസിൻ്റെ ഒരു ബ്ലോക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. തൊട്ടടുത്ത ഒരു ഹാളിൽ ഏറ്റവും നല്ല ആടിനുള്ള മത്സരം നടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമാണ്. ഒരുപാട് പേര് അതിനു വേണ്ടി അവരുടെ ആടുകളൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെറിയൊരു നോട്ടം നോക്കിയിട്ട് ഓടി വരാം. രോമൊക്കെ ഷേവ് ചെയ്ത് ഉള്ള സുന്ദര കുട്ടപ്പന്മാരാക്കി ഒരുപാട് ആടുകളുണ്ട്. ഗരിമോൻ ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇവിടുത്തെ പശുക്കളുടെ ഒരു ഡിസ്പ്ലേ ആണ്. ഡെയിലി 200 ലിറ്റർ പാലുകളൊക്കെ കിട്ടുന്ന പശുക്കൾ വരെ ഈ ഇവിടുത്തെ ഫാമുകളിലുണ്ട്. സോ അതിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ. പശുവിൻ്റെ ലേലം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ ഫാം ഷോയിൽ കൊണ്ടുവരുന്ന പശുക്കൾ ഈ ഒരു അറീനയിൽ വെച്ചിട്ട് അതിൻ്റെ ലേലം നടന്ന് ലേലം വിളിച്ച ആൾക്കാർ അതിന് പൈസ ഇവിടെ കിട്ടിയതിന് കൊണ്ടുപോകാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലേലം വിളിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന പശുക്കളെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 2000 കിലോ നെയ്യ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരു ഫാം ഹൗസ് ഉണ്ട്.
അതേപോലെ ഒരു എന്താ പറയുക ഒരു ഫാർമേഴ്സിൻ്റെ ഫാമിലി, ഒരു പശുക്കുട്ടി, ഒരു 14 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. 1 ടണ്ണോളം ബട്ടർ കൊണ്ട് സൈസുള്ള ടർക്കി കോഴി. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ടർക്കി കോഴികളൊക്കെ ആൾക്കാർ വീട്ടിലാണ് വളർത്തുന്നത്. പക്ഷെ ഇവിടെ ടർക്കി കോഴികൾ ശരിക്കും എന്താ പറയുക മരങ്ങളുടെ ഇടയിൽ ഫോറസ്റ്റിലൊക്കെ ആണ് ഈ സാധനം ഉണ്ടാവുക. ആരും വീട്ടിൽ വളർത്തുന്നതല്ല ടർക്കി കോഴി. അപ്പോൾ സീസൺ ആകുമ്പോൾ നമുക്ക് ഹണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നാടൻ കോഴികളുടെ ഷോയാണ് ഇവിടെ. കോഴിയാണ് ഒരസിയ ഇത് ഭംഗി. സത്യം പറഞ്ഞ ഇമാതിരി കോഴികളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കിരീടം വെച്ച കോഴി. ചോളം കൊയ്യുന്ന ഒരു മിഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു അടാറൊരു സാധനമാണ്, ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ ഇവിടുത്തെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ട്രാക്ടറുകൾ, കൊയ്യുന്നത്, നിലം ഉഴുതുന്നത്, മണ്ണ് മാറ്റുന്നത്, വളം കൊണ്ടിടുന്നത്. ഇതൊക്കെ 1910, 1920 ആ ഒരു കാലയളവിൽ ഉപയോഗിച്ചിരുന്ന ട്രാക്ടറുകളാണ്. സോ പഴയ മോഡൽ ട്രാക്ടറുകളുടെ ഒരു ഷോയാണ് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ടും. കാലം മാറി, രൂപം മാറി, ട്രാക്ടറിൻ്റെ കോലം മാറി.
ഒരു മത്സരം നടക്കുകയാണ്. അതായത് ഏറ്റവും ശക്തിയുള്ള കുതിരകൾ അതിൻ്റെ ഒരു മത്സരമാണ്. ഒന്നും പറയാനില്ല, ഒരു ഗംഭീര ഫാം ഷോ ആയിരുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാം ഷോ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുടെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും അറിവുകളും തേടി നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ.